ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഒരു വൈറ്റ് കുർത്തിയാണ്. ഇതിപ്പാണ് ജസ്റ്റ് ഡെലിവർ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം. ഇതിന് ഏകദേശം 380 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതൊരു 2 പീസ് കുർത്തിയാണ്, അതായത് ടോപ്പും അതിന്റെ കൂടെ പാൻസും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇത് അടിപൊളിയാണോ എന്നുള്ളത്. ഇമേജിലെല്ലാം നല്ല അടിപൊളി ഇമേജ് ആയിരുന്നു. അപ്പൊ കിട്ടുമ്പോഴും അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ല കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് വരുന്നുണ്ടായിരുന്നത്. ഞാൻ മീഡിയം സൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 38 മീഡിയം സൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആണ്. ഫ്രണ്ടിൽ മാത്രമാണ് വർക്ക് വരുന്നത്, ബാക്കി ഫുള്ള് പ്ലെയിൻ ആണ്. പാൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇതിന്റെ കളർ വരുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. ഇതാണ് പാൻസ് വരുന്നത്. പാൻസിന് ഒരു എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. തുണി നേരിയതാണ് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈ കാണുന്നുണ്ടല്ലോ, ചെറിയ നേരിലടിക്കുന്ന പോലത്തെ തുണിയാണ്. ലൈനിങ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. പാൻസില് പിന്നെ ചെറുതായിട്ട് താഴെ വർക്ക് വരുന്നുണ്ട്. ലേസ് ഡീറ്റെയിലിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ലേസ് ഡീറ്റെയിലിംഗ് രണ്ട് കാലിനും കൊടുത്തിട്ടുണ്ട്. പോക്കറ്റ്സ് ഒന്നുമില്ല. പാൻസിന് പോക്കറ്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. രണ്ട് സൈഡും സെയിം ആയിട്ടുള്ള ലോക്കൽ സ്റ്റിച്ചിങ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. സൈസ് വന്നിട്ട് മീഡിയം ആണ് സൈസ് വരുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നോർമൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് പ്ലെയിൻ പാന്റ് ആണ്. ഇവിടെ മാത്രം ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാന്റ്. ഇനി നമുക്ക് ടോപ്പ് നോക്കാം. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. അപ്പോ സൈസ് ഞാൻ മീഡിയം ആണ് എടുത്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് നോക്കാം. നേരിയ തുണിയാണ്. ലൈനിങ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മള് നല്ല തിക്കായിട്ടുള്ള ഇന്നേഴ്സ് ഉള്ളിൽ ഇടേണ്ടി വരും. നേരിയ തുണി ആയതുകൊണ്ട്. വൈറ്റ് ക്ലോത്തിൽ വരുന്നതെല്ലാം ഇങ്ങനെയാണ് വരാറുള്ളത്. അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ഇവിടെ മാത്രമാണ് വർക്ക് വരുന്നത്. വർക്ക് എന്തായാലും സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള വർക്കാണ്, ത്രെഡ് വർക്കാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നും അടിച്ച് അല്ലെങ്കിൽ ഒട്ടിച്ചതൊന്നുമല്ല. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ത്രെഡ് വർക്കാണ്. മെഷീൻ വർക്ക് ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇത്രയും ലോ കോസ്റ്റിൽ അവർക്ക് പേയ്മെന്റ് വരില്ല. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക്. വീനെക്ക് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ അവർ ജസ്റ്റ് ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആണ്. 38 ആണ് സൈസ് വരുന്നത്. പിന്നെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നേരിയ തുണിയാണ്. ആദ്യം ഞാൻ പറയാലോ, നേരിയ തുണിയാണ്. നിങ്ങൾ ഉള്ളിൽ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ബനിയനോ അല്ലെങ്കിൽ ഇന്നേഴ്സോ ഇടേണ്ടി വരും. പിന്നെ ഇതിന്റെ സൈഡിൽ അവർ വീണ്ടും ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കട്ട് വരുന്നത് ഒരു യു ഷേപ്പ് കട്ടാണ് വരുന്നത് രണ്ട് സൈഡിലും. അപ്പൊ അത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പാനൽ കട്ടാണ്. നല്ല രസത്തിലാണ് വരുന്നത്. അതിന് കംപ്ലീറ്റ് ആയിട്ട് അവര് ലേസ് ഡീറ്റെയിലിംഗ് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബാക്ക് സൈഡിലെ കട്ടിന് യു കട്ട് ആണെങ്കിൽ പോലും അതിന് ലേസ് ഡീറ്റെയിലിംഗും മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ടിൽ മാത്രമേ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളൂ. ഇനി ഹാൻഡ്സ് നോക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവ്സ് ആണ് ഹാൻഡ്സ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ്സിൽ എൻഡില് ലേസ് ഡീറ്റെയിലിംഗ്സ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഹാൻഡ്സിലും ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഹാൻഡ്സ് ആണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബ്ലാങ്ക് ആണ്, പ്ലെയിൻ ആണ്. കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്ത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ക്ലോത്ത് മാത്രം നല്ല നേരിയതാണെന്നാണ് ഒരു പ്രശ്നം. ഇത് കോട്ടൺ അല്ല, കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. പാൻസും വരുന്നുണ്ട്. പാൻസിനും ടോപ്പിനും കൂടി 380 രൂപയാണ് വരുന്നത്. ത്രെഡ് വർക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷെ ക്ലോത്ത് കുറച്ചുകൂടി കട്ടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഫിറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പൊ അതെല്ലാം ഓക്കെ ആണ്. അപ്പൊ ക്ലോത്ത് ഉള്ളിൽ കട്ടിയുള്ളത് ഇടുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ
ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോ അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസിന് ഈ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല രീതിയിലുള്ള ലേസ് ഡീറ്റെയിലിംഗ് അവര് താഴെയും ഫ്രണ്ടിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാങ്ങിക്കാം. ലിങ്കും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ കുട്ടി വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.